ഒരു പാവം ഹിന്ദു പെൺകുട്ടിയെ ഷിയാസ് കരീം നിർബന്ധിച്ച് ബീഫ് തീറ്റിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഗൈസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഷിയാസ് കരീം അറിയാലോ, ബിഗ് ബോസ്, അതുപോലെ മൂപ്പര് ആക്ടറാണ് അല്ലേ. ഇവിടെ ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു സാധനം സോഷ്യൽ മീഡിയയിലൊരു പോസ്റ്റിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. ഷിയാസ് കരീം ഏത് ഹിന്ദു പെൺകുട്ടിയെയാണ് ബീഫ് കഴിപ്പിക്കാൻ ശ്രമിച്ചത്? ആ ഹിന്ദു പെൺകുട്ടി എന്ന് പറയുന്നത് അനുമോളാണ് ഗൈസ്, ബിഗ് ബോസ് അല്ലേ, അനുമോൾ. അപ്പോൾ ഞാനിവിടെ ആലോചിച്ചത്, പിന്നെ ഒന്നാമത്തെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കാൻ ശ്രമിച്ചു, നിർബന്ധിച്ചോ എന്നുള്ളൊരു സാധനം അവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ ഇങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തിനായിരിക്കും ഇത്രയും വലിയൊരു പാതകം ഷിയാസ് കരീം ചെയ്തത് ആ പാവം ഹിന്ദു പെൺകുട്ടിയോട് എന്നുള്ളൊരു സാധനം. എന്താണ് ഷിയാസ് കരീമിൻ്റെ പേര് ഷിയാസ് കരീം എന്നും, അതേപോലെ അനുമോളുടെ പേര് ഒരു പാവ പെൺകുട്ടി എന്നുള്ള ഹിന്ദു പെൺകുട്ടി ലെവലിലായി പോയിട്ടുണ്ടായിരിക്കുക. ആലോചിച്ചിട്ടുണ്ട്. ഇവിടെ അനുമോൾ എന്ന പേര് പറയുന്നതിന് പകരം ഹിന്ദു പെൺകുട്ടി എന്ന് പറയുന്നത് പക്ക പൊളിറ്റിക്സാണ് കേസ്. അത്രേ ഉള്ളൂ ഇതിൻ്റെ സാധനം. അപ്പോൾ ഷിയാസ് കരീം, അപ്പം എൻ്റെ ഒരു ഡൗട്ട് അതാണ്, ഇവിടെ അനുമോൾക്ക് പകരം ഹിന്ദു പെൺകുട്ടി എന്നാണ് സൂചിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഷിയാസ് കരീമിനെ ഒരു മുസ്ലിം യുവാവ് എന്നുള്ളൊരു രീതിയിൽ പറയാണ്ടിരുന്നത്? അല്ല, ഇവിടെ നമ്മൾ മനുഷ്യരായിട്ട് കാണുക എന്നുള്ളൊരു സാധനമാണ്. ഞാനിത് ആ ഒരു രീതിയിലുള്ള ഒരു നെറേറ്റീവിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളൊരു സാധനമാണ്. ഷിയാസ് കരീം ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു സാധനം, അതും ഒരു കല്യാണത്തിന്. അതായത് ഷിയാസ് കരീം അനുമോളൊക്കെ ഒരു കല്യാണത്തിന് പോവാണ്. അപ്പോൾ അവിടെ ഫുഡ് അടിപൊളി ഫുഡാണ്, അപ്പോൾ അതിൽ ബീഫുണ്ട്. അപ്പോൾ അനുമോളൊരു പ്ലേറ്റും കൈ പിടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഷിയാസ് കരീം അവിടുന്ന് ഇങ്ങനെ ബീഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അനുമോളെ ബീഫ് കഴിക്കില്ലേ. അത് ബാക്കിൽ എന്തോ ഒരു പാട്ടൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ മൂപ്പരിങ്ങനെ ഉറക്കെ പറയുന്നുണ്ട്, അനുമോളെ ബീഫ് കഴിക്കില്ലേ, എന്നിട്ട് പറയണേ, അനുമോള് എന്താ ഡയറ്റാണോ അതോ BJP ആണോ എന്നൊരു സാധനം. അപ്പോൾ ഇതിലൊരു സംശയം എന്താ വെച്ചാൽ, ഇവിടെ BJPക്കാർ ആരും ബീഫ് കഴിക്കൂല അതൊരു സാധനമാണോ? അതായത് അനുമോള് BJPക്കാരി ആയതുകൊണ്ടാണോ ബീഫ് കഴിക്കാണ്ടിരിക്കുന്നത്, അതോ ഡയറ്റാണോ എന്നൊരു ചോദ്യം അവൻ ചോദിക്കണ്ടല്ലോ. ഇവിടെ ബീഫ് കഴിക്കുന്ന ഒരുപാട് BJPക്കാരുണ്ട്. പിന്നെ കൊക്കക്കോള, ഞങ്ങൾ കൊക്കക്കോളയ്ക്കെതിരാണ് എന്ന് പറഞ്ഞു. കൊക്കക്കോള എന്താ നിങ്ങൾ പിടിച്ച് കടിച്ചു പറഞ്ഞു, BJPക്കാരെന്താ ഷിയാസ് കരീമിനെ പിടിച്ച് കടിച്ചോ? ഞാൻ BJPക്കാരനൊന്നും അല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഇതെന്താ വെച്ചാൽ നമ്മളെന്തെങ്കിലും പറയുമ്പോഴേക്കും അത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനാണ് ഇയാൾ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം പൊതുവേ സോഷ്യൽ മീഡിയയിൽ നടക്കലുണ്ട്. അപ്പോൾ അവിടെ നിർബന്ധിച്ച് ബീഫ് കഴിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, കഴിപ്പിക്കുക എന്നൊരു സാധനം. അങ്ങനെ നിർബന്ധിച്ചോ? ഇവിടെ പറയുന്നത് ഷൗട്ട് ചെയ്തു, ബീഫ് കഴിക്കാത്തതുകൊണ്ട് ഷിയാസ് കരീം ഷൗട്ട് ചെയ്തു അത്രേ ഹിന്ദു പെൺകുട്ടിയുടെ അടുത്ത്, അതായത് അനുമോളുടെ അടുത്ത് ഷിയാസ് കരീമേ ഷൗട്ട് ചെയ്തു അത്രേ. അവിടെ ബാക്ക്ഗ്രൗണ്ടിലൊരു പാട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിൽ മൂപ്പരെ സൗണ്ട് ക്ലിയർ ആവിടില്ല. അപ്പോൾ മൂപ്പരിങ്ങനെ ഉറക്കെ പറയാണ്, BJP ആണോ ബീഫ് കഴിക്കണില്ലേ ഈ ഒരു സാധനം. അപ്പോൾ എനിക്ക് തോന്നിയത് വെറും പട്ടി ഷോ കാണിച്ചാണ് വൈറലാവാൻ വേണ്ടി ഷിയാസ് കരീം എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. ഷിയാസ് കരീമിനറിയാം എന്തെറിഞ്ഞാൽ കൊള്ളും എന്നൊരു സാധനം. അപ്പോൾ ഇവന്മാർക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ട്രെൻഡിങ്ങിൽ കയറണം, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വൈറലാവണം, അവൻ ഉദ്ദേശിച്ച് നടന്നു കേട്ടാ. ഇപ്പോൾ പാൻ ഇന്ത്യൻ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ആ ഒരു വിഷ്വൽ എന്ന് പറയുന്നത്. അതായത് മൂപ്പര് അനുങ്ങളെ ബീഫ് കഴിക്കൂലേ, ഇത് BJPക്കാരിയാ എന്ന് ചോദിക്കണ ഒരു സാധനം. അപ്പോൾ ഷിയാസ് കരീം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അനുമോൾ എൻ്റെ നല്ലൊരു സുഹൃത്താണ്, എന്നെ ജയിലിൽ കയറ്റിയാൽ എനിക്ക് കുഴപ്പമില്ല, വന്ദേ മാതരം, അതേപോലെ എൻ്റെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ എല്ലാവരുടെയും ഇന്ത്യയാണ്, അത് വേറെ കാര്യം, അവൻ്റെ ഇന്ത്യയാണ്. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പൊതുവേ BJPക്കാരൊന്ന് ചോറിനിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹിറ്റാവും, അങ്ങനൊരു സാധനമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കേരള സ്റ്റോറി ഒക്കെ വൻ വിവാദമാക്കി വെച്ച ഒരു സാധനം ഉണ്ടല്ലോ, നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുക, മതം മാറ്റിക്കുക, ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുക പെൺകുട്ടികളെ, എങ്ങനെയൊക്കെ ഒരു സാധനം. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റ് ഉണ്ടല്ലോ, നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുക എന്നൊരു സാധനം. കേരളം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ബീഫ് കഴിപ്പിക്കുന്നു എന്നൊരു നെറേറ്റീവിലേക്ക് ഈ സാധനം എത്തിക്കുകയാണ്. ആ ഒരു സാധനത്തിലേക്ക് അങ്ങനെ ഒരു രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏറാണ് ഷിയാസ് കരീം പറഞ്ഞത് എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഓക്കെ, ഇത് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൻ രീതിയിൽ അങ്ങോട്ട് കയറിയായിരുന്നു, ഹിറ്റായിരുന്നു എന്നല്ല, എൻ്റെ വായിലൊന്ന് ഹിറ്റ് എന്നാണ്, വൻ രീതിയിൽ ചർച്ചയായിരുന്നു. ഏതോ ICG എന്നുള്ളൊരു ചാനലിൽ, അതേപോലെ ആരൊക്കെ ഇത് എടുത്തിട്ടുണ്ട്, ഒരുപാട് പേര് ഇത് സ്റ്റോറി ആയിട്ട് റീലുകളായിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, റിയാക്ഷൻ വീഡിയോസ് എത്ര എണ്ണം വന്നിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും ഇതിലൊരു കാര്യം എന്താ വെച്ചാൽ ഓനൊരു പൊട്ടനായിട്ടാണ് എനിക്ക് തോന്നുന്നില്ല ഷിയാസ് കരീം. അതായത് ഓനങ്ങനെ വലിയ ആശയങ്ങൾ പോകുന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓൻ എങ്ങനെയെങ്കിലുമൊക്കെ വൈറലാവണം എന്നൊരു സാധനം. ഇവിടെ ഷിയാസ് കരീമിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവർ കല്യാണത്തിന് പോയ സമയത്ത് അങ്ങനെ ഒരു വീഡിയോ, അതായത് വേറെ ആരോ അത് എടുത്തതാണ്, അത് ഉറക്കെ അവൻ സംസാരിക്കുന്നതിനെയാണ് ഇവിടെ ആളുകൾ അവൻ ഷൗട്ട് ചെയ്തു എന്നൊരു സാധനം. അതായത് ബാക്കിൽ ആ പാട്ടുണ്ട്, അതാണ് സാധനം. പിന്നെ ഇപ്പോൾ ഉറക്കെ സംസാരിച്ചാൽ എനിക്ക് തോന്നിയിട്ട് കാര്യം എന്താ, അത് ഭീഷണിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സർ ഗൈസേ. ഇതിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ അവൻ ഷൗട്ട് ചെയ്തായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്ത് ഷൗട്ട് ചെയ്യണത്? അപ്പോൾ ഓൻ പറയുന്ന സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെനിക്ക് പ്രശ്നമില്ല, അതെന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതുപോലെ BJP കേരളത്തിൽ വരില്ല, BJP ഇവിടെ കേരളത്തിൽ പൂക്കൂല എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം പറ്റേ, കേരളത്തിൽ കാര്യങ്ങൾ മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും പുരോഗമനപരമായിട്ടുള്ള വികസനത്തിൻ്റെ ഒരു ബേസിലുള്ള കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ വേറെ കുറേ സാധനം കേട്ടോ, വർഗീയത, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരു പേടിയും ആ ഒരു ആശയത്തോടുള്ള ഒരു ദേഷ്യം, RSS ആ ഒരു സാധനമൊക്കെ വെച്ചിട്ടാണ് ഇന്നും ആളുകൾ BJPനെ RSSനെ നോക്കിക്കാണുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സംഭവം എന്താ വെച്ചാൽ, ഷിയാസ് കരീം എന്നുള്ള ഒരു ചങ്ങായി വൈറലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ് ഇത്. അതിൽ മൂപ്പര് വിജയിച്ചു. അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ, പാൻ ഇന്ത്യൻ റേഞ്ചിലേക്ക് ഷിയാസ് കരീം മാറി, അല്ലെങ്കിൽ ഓൾറെഡി പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് എന്ന് തന്നെ വിചാരിക്കുക. എന്തായാലും ആ ഒരു തട്ട് താണു തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് മൂപ്പര് എത്തിച്ചു എന്നുള്ളൊരു സാധനമാണ് ഇവിടെ. അപ്പോൾ അനുമോൾ ഇതിനൊരു റിപ്ലൈ ആയിട്ട് വന്നതായിട്ട് കണ്ടില്ല ഗൈസ്. അനുമോൾക്ക് ഇനി എന്താ ഇതിൽ പറയാനുള്ളത്? എന്തായാലും അതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓരോ അംഗങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റോറി അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഷിയാസ് കരീം ഒരു ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു സാധനത്തിലേക്ക് ഈ ഒരു നറേറ്റീവ് പോകുന്നത് എന്നാണ് തോന്നുന്നത്. എന്തായാലും ആളുകൾക്ക് വിവാദമാണ് വേണ്ടത്. ആളുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സംഗതിയുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു മുസ്ലിം യുവാവ് ഹിന്ദു പെൺകുട്ടീനെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയാതിരിക്കാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് അതൊരു പേടി കൊണ്ടായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും, ന്യൂനപക്ഷത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും ഇവിടെ ഒരു സംഭവമുണ്ട്. പൊതുവെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വർഗീയത പറയുന്നതൊക്കെ മഹാബോറാണ്. ഞാൻ നിങ്ങളുടെ കണ്ടൻ്റ് ഒന്നും പൊതുവെ എടുക്കലില്ല കേസ്. പക്ഷേ ചില സമയത്ത് നമുക്കിത് ഇങ്ങനെ തോന്നിപ്പോകും, എന്ത് തേങ്ങ ഇവിടെ കാട്ടിക്കൂട്ടണം. അപ്പോൾ അതുകൊണ്ട് പറയുന്നത്, ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ തിരിച്ചാണ് വിചാരിക്കാം. അതായത് അനുമോൾ ഓനോട് ഷിയാസ് കരീമിനോട് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ചോദിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഉള്ള ഈ വർഗീയതയും ജാതിയുടെയും മതത്തിൻ്റെ പേരിലുള്ള ഒരു സാധനം, ഒരു മനുഷ്യനായി കാണുന്നതിന് പകരം മതത്തിൻ്റെ ഒരു ലാബിൽ വെച്ച് ഒരാളെ കാണുന്ന രീതിയിലൊക്കെ ആയിപ്പോകും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ. അതാണ് വിഷയം. ഇപ്പം നമ്മളെല്ലാ മനുഷ്യരും നമ്മളെയൊക്കെ ഉണ്ടാക്കിയത് എന്താണ്, ബോസോണല്ലേ? ആ പാർട്ടികളുടെ പേരെന്ത്, ബോസോണല്ലേ? അത്രയേ ഉള്ളൂ. ഇപ്പോൾ ലോകത്ത് ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്ന പോലെ മതങ്ങൾ പല രീതിയിലൊക്കെ പറയുന്നത് ബേസിക്കായ സാധനം എന്താ വെച്ചാൽ, നമ്മളെയൊക്കെ ഓരോ പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഒരു എനർജി സ്റ്റേറ്റാണ് നമ്മളെല്ലാവരുടെയും ശരീരവും സംഗതികളും ഒക്കെ എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ആ രീതി അതിനെടുക്കുള്ളൂ. പിന്നെ മനുഷ്യർ, മൃഗങ്ങൾ, നമ്മൾ ആ ഒരു ആണ് പെണ്ണ് സാധനമൊക്കെ വിട്ടിട്ട് വേറൊരു മതം ഇതൊക്കെ വിട്ടിട്ട് വേറെ ലെവലിലേക്ക് പോകുമ്പോൾ മനുഷ്യരും മൃഗങ്ങൾ, അപ്പോഴും മനുഷ്യരും മൃഗങ്ങളുടെ ബേസിക് പാർട്ടികൾ എന്താണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ അത്ര സിമ്പിളായിട്ട് കാണാവുന്ന ഒരു സാധനമേ ഉള്ളൂ ഇത്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ആളുകൾ മതത്തിൻ്റെ പേര്, കേരള സ്റ്റോറി, ഇങ്ങനെ സാധനങ്ങളൊക്കെ. എന്തായാലും എനിക്ക് തോന്നുന്നത് വേറൊരു കാര്യം, ഷിയാസ് കരീമിൻ്റെ ഒരു ഐഡിയ എനിക്ക് വേറെ രീതിയിൽ അവൻ്റെ ഒരു കണ്ണിങ്നെസ്, കുരുട്ടൂതി തോന്നണത്, ഇപ്പോൾ ജാതിയുടെ പേരിൽ BTS വിദ്യാർത്ഥിയായിട്ടുള്ള ആയിരുന്ന നിതിൻ രാജിനെ അവിടെ ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ട് മരിച്ച ഒരു അവസ്ഥ ഉണ്ടായില്ലേ. അപ്പോൾ അവിടെ ജാതിയുടെ ഒരു സാധനം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓനറിയാവുന്നതാണ്, ജാതിയോ മതമോ ഉപയോഗിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ടേം വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചർച്ചയാവുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ചെയ്തായിരിക്കും. ഈ ആറാട്ടണ്ണനൊക്കെ ചില സമയത്ത് ചെയ്യുന്ന ഒരു പരിപാടി ഇതാണ്. ആറാട്ടണ്ണൻ അത് പബ്ലിക്കായിട്ട് അംഗീകരിക്കും. അതാണ് സംഭവം. ആറാട്ടണ്ണൻ പറഞ്ഞൊരു സാധനം, അതായത് എന്താണ്, എനിക്കിപ്പോൾ റീച്ച് വളരെ കുറവാണ്, റീച്ച് കൂട്ടണം ഇതൊരു സാധനം. അപ്പോൾ അതിനു വേണ്ടി മൂപ്പര് എന്തെങ്കിലുമൊക്കെ ഇട്ട് പറയൂ. എന്തായാലും ഷിയാസ് കരീമിന് നാടോടുമ്പോൾ നടുവേ ഓടണം, അതേപോലെ ചേരയെ തിന്നുന്ന ചേരയെ തിന്നണം എന്നല്ല കേട്ടോ, ചേരയെ തിന്നുന്ന ഒരു പ്രോവർബ് ഉണ്ടല്ലോ, ചേരയെ തിന്നുന്ന നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നടുക്കഷ്ണം കഴിക്കണം, അങ്ങനെ എന്തൊരു സാധനം. അപ്പോൾ ഓൻ എന്തായാലും നടുക്കഷ്ണത്തിൽ കയറി പിടിച്ച്
അതാണ് സംഭവം. എന്തായാലും നന്നായിട്ടുണ്ട് ഗൈസ്. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല കേട്ടോ, ഞാൻ അതിനെ അപ്ഹോൾഡ് ചെയ്യല്ല. ഓരോ അംഗങ്ങൾ ഇവിടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ അവസ്ഥകൾ പറയായിരുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ആദ്യമായിട്ടാണ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയുള്ളൂ.